ഇത് ഗോവൻ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ 3 ഡേയും 3 നൈറ്റും വരുന്ന ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫുൾ ഫാമിലി 17 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ഗോവയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 20 സീറ്റിന്റെ ഒരു ട്രാവലറാണ് ബുക്ക് ചെയ്തത്. ഞാൻ ഫ്രാൻസിസ് സേവ്യറിനെ കാണാനായി 2024 ഡിസംബറിലാണ് നമ്മൾ ഈ യാത്ര നടത്തിയത്. 9:30 തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി അടുത്ത ദിവസം രാവിലെ 10:00 ഗോവയിൽ എത്തുന്ന ഓക്കെ എക്സ്പ്രസ്സിലാണ് നമ്മൾ ഇവിടെ ഗോവയിൽ എത്തിയത്. ഗോവയിൽ ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങണ കാരണം നല്ല റഷ് ഉണ്ടാവും നമുക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഓൾഡ് ഗോവ ചർച്ചിലേക്കാണ് ആദ്യം പോയത്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഒരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് ഗോവയിലും കാണാൻ സാധിക്കുന്നത്. അതെ, പുഴകളും പാലങ്ങളും പച്ചപ്പും നിറഞ്ഞ നമ്മൾ കേരളം പോലെ തന്നെ ആയിരിക്കും ഗോവയും കാണും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുവാരി നദിയുടെ മുകളിൽ കൂടിയാണ്. ന്യൂ സുവാരി ബ്രിഡ്ജ് എന്ന് തന്നെയാണ് ഈ ബ്രിഡ്ജിന്റെ പേര്. നോർത്ത് ഗോവയും സൗത്ത് ഗോവയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണത്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഈ പാലത്തിന്റെ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യയിൽ രണ്ടാമത്തെ നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലമാണിത്. ഏകദേശം 600 മീറ്ററോളം നീളമുണ്ട് ഈ പാലത്തിന്. ഗോവ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ കുറെ ടൂറിസ്റ്റിനെ ഇവിടേക്ക് അട്രാക്ട് ചെയ്യും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറിയ ചെറിയ റോഡുകളാണ് ഗോവയിൽ കൂടുതലും. പക്ഷേ ഹൈവേകളൊക്കെ ഇതുപോലെ തന്നെ ഒരു 8 വരിയായിട്ടാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഫ്രാൻസിസ് സേവിയറിന്റെ ചർച്ചിലെത്തിയിരിക്കുന്നത്. 10 വർഷത്തിലൊരിക്കൽ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പ് പൊതുദർശനത്തിനായിട്ട് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവയിൽ ഇപ്പോൾ ടൂറിസ്റ്റ് സീസണാണ്. ഏകദേശം 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് നമുക്ക് അകത്തേക്കുള്ള എൻട്രി തന്നെ കിട്ടിയത്. എന്തായാലും യാത്രയുടെ ക്ഷീണം, ക്യൂ നിന്ന് ക്ഷീണം എല്ലാം കൂടി ആയപ്പോൾ എല്ലാവർക്കും വയ്യാതെയായി. ഏതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനിൽ പോയാലും കച്ചവടങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഇവിടെയും. പള്ളിയിൽ എത്ര തിരക്കുണ്ടോ അത്ര തന്നെ നമുക്ക് പുറത്ത് ഈ സ്ട്രീറ്റിലും കാണാൻ സാധിക്കും. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പക്ഷേ ഈ ക്രിസ്മസ് വെക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ തിരക്കൊക്കെ ഇനിയും ഡബിളും ട്രിപ്പിളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 3 മണി കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് നേരെ ലഞ്ചിനാണ് പോയത്. ലഞ്ച് കഴിഞ്ഞ് വേറെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് നമ്മൾ ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടൽ നമ്മുടെ അടുത്ത് നോർത്ത് ഗോവയിലായതുകൊണ്ട് തന്നെ ഏകദേശം 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ ബാഗ ബീച്ചിന്റെ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്.